നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത ചെങ്കള മുതൽ തലപ്പാടി വരെ മന്ത്രി മുഹമ്മദ് റിയാസ് സന്ദർശിച്ചു. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഒറ്റത്തൂൺ ഫ്ലൈ ഓവർ പാലവും മന്ത്രി സന്ദർശിച്ചു. സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം എൻ്റെ കേരളം പ്രദർശന വിപണനമേളയിൽ ജനത്തിരക്കേറുന്നു. കാസർഗോഡ് അതിഥി തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. തൃക്കരിപ്പൂർ തങ്കയത്ത് കുടുംബം സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് സ്കൂട്ടറിലിടിച്ച് വീട്ടുവളപ്പിലേക്ക് ഇടിച്ചു കയറിയ അപകടം. 3 പേർക്ക് പരിക്ക്. നീലേശ്വരത്ത് യുവാവ് ബഹുനില കെട്ടിടത്തിൽ നിന്നും വീണു മരിച്ചു. പാലക്കാട് സ്വദേശി S വിനീതാണ് മരിച്ചത്. ഭാസ്കര കുമ്പളയുടെ 28ാമത് രക്തസാക്ഷിത്വ ദിനം. DYFI കുമ്പള ബ്ലോക്ക് കമ്മിറ്റി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. വാർത്തകൾ വിശദമായി. ദേശീയപാത വികസന പ്രവൃത്തികൾ നടക്കുന്ന ചെങ്കള മുതൽ തലപ്പാടി വരെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് സന്ദർശനം നടത്തി. കാസർഗോഡ് നഗരത്തിലൂടെ കടന്നുപോകുന്ന ദക്ഷിണേന്ത്യയിലെ ആദ്യ ഒറ്റത്തൂൺ ഫ്ലൈ ഓവർ പാലവും മന്ത്രി സന്ദർശിച്ചു. ദേശീയപാത വികസന പ്രവൃത്തികൾ നടക്കുന്ന ചെങ്കള തലപ്പാടി റീച്ചിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് സന്ദർശനം നടത്തി. ഈ റീച്ചിൽ ഉൾപ്പെടുന്ന കാസർഗോഡ് നഗരത്തിലൂടെ കടന്നുപോകുന്ന ദക്ഷിണേന്ത്യയിലെ ആദ്യ ഒറ്റത്തൂൺ ഫ്ലൈ ഓവർ പാലവും മന്ത്രി സന്ദർശിച്ചു. ഒറ്റത്തൂൺ ഫ്ലൈ ഓവർ പാലത്തിലൂടെ നടന്ന് മന്ത്രി പ്രവൃത്തി പുരോഗതി വിലയിരുത്തി. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കരാർ കമ്പനി പ്രതിനിധികളും മന്ത്രിയെ അനുഗമിച്ചു. ചെങ്കള തലപ്പാടി റീച്ചിൽ പ്രവൃത്തി ഏറെക്കുറെ പൂർത്തിയായെങ്കിലും പല റീച്ചുകളിലും പ്രവൃത്തിയുടെ വേഗം കുറവാണെന്ന് ദേശീയപാത പ്രവൃത്തി പുരോഗതി വിലയിരുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. പ്രവൃത്തി വേഗം കുറവുള്ള റീച്ചുകളിൽ വേഗം കൂട്ടുവാൻ സർക്കാർ ഇടപെടൽ നടത്തും. ദേശീയപാതയിലെ പാലങ്ങൾക്കടിയിലുള്ള സ്ഥലങ്ങൾ ടൂറിസം വികസനത്തിനും മറ്റ് ക്രിയാത്മക പ്രവർത്തനങ്ങൾക്കും വിനിയോഗിക്കും. ദേശീയപാത വികസനം യാഥാർത്ഥ്യമാകുന്നതോടെ കാസർഗോഡിന്റെ ടൂറിസം മേഖലയിൽ വൻ കുതിച്ചുചാട്ടമുണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചില റീച്ചുകളിൽ ഉദ്ദേശിച്ചതുപോലെ വേഗതയിൽ പോകുന്നില്ല. അവിടെ ഇടപെട്ട് പരിഹരിക്കാനുള്ള തുടർച്ചയായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ജില്ലയിലും ജില്ലാ കലക്ടർമാർക്ക് പ്രത്യേക ചുമതല നൽകിക്കൊണ്ട് ഇടപെടൽ നടക്കുന്നു. ജില്ലാ കലക്ടർമാരും മറ്റും അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെ ഇടയ്ക്കിടെ യോഗം വിളിക്കുന്നുണ്ട്. വേഗത വർദ്ധിപ്പിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തുന്നുണ്ട്. 2 ആഴ്ചയിലടക്കെ യോഗം നടത്തുന്നതാണെങ്കിലും എല്ലാ ആഴ്ചയിലും ഞങ്ങളതിൻ്റെ പ്രോഗ്രസീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നു. എത്രത്തോളം പുരോഗതിയുണ്ട്, ആ പുരോഗതി എങ്ങനെയാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ പൊതുവെ മനസ്സിലാക്കി പോകുന്നുണ്ട്. പുരോഗതിയുടെ വേഗത ഉദ്ദേശിച്ചതുപോലെ ഇല്ലെങ്കിൽ അതിന് ഞങ്ങൾ അപ്പോൾ തന്നെ ഇടപെടൽ നടത്തുന്നുണ്ട്. എവിടെയൊക്കെ പൂർത്തീകരിക്കപ്പെടുന്നു അവിടെയൊക്കെ തുറന്നു കൊടുക്കാനാണ് പൊതുവെ നിശ്ചയിക്കുന്നത്. എപ്പോൾ ഇത് പൂർത്തീകരിക്കുന്നോ അപ്പോൾ മുഴുവൻ കാത്തുനിന്ന് മുന്നോട്ട് പോകാതെ അപ്പോൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ലക്ഷ്യം. കാസർഗോഡ് നിന്ന് കണ്ണൂരെത്താൻ മുമ്പ് എത്ര സമയമെടുക്കണം, നമുക്ക് ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ എത്ര വേഗത്തിലെത്താൻ വേണ്ടി പറ്റും, ഇങ്ങനെ ഓരോ സ്ഥലത്തും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമുക്ക് ഇതിൻ്റെ മാറ്റം കാണാനാവും. അത് ജനങ്ങളുടെ ജീവിതത്തിലാണ് അതിൻ്റെ മാറ്റം പൊതുവെ കാണാനാവുന്നത്. കേരളത്തിൻ്റെ വികസന പുരോഗതി വലിയ നിലയിൽ ഉദിക്കുന്നതിന് ഈ പദ്ധതി പൂർത്തീകരണം ഏറെ ഉപകാരപ്രദമാണ്. CPMന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേരാണ് മന്ത്രിയെ സ്വീകരിക്കുവാനായി എത്തിയത്. വൈകുന്നേരം കുമ്പളയിലെ പൊതുപരിപാടിയിൽ കൂടി സംബന്ധിച്ചതിന് ശേഷമാണ് മന്ത്രി കാസർഗോഡ് നിന്നും മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പിലിക്കോട് കാലിക്കടവ് മൈതാനത്ത് പ്രത്യേകം സജ്ജമാക്കിയ പവലിയനിൽ എൻ്റെ കേരളം പ്രദർശന വിപണനമേളയിൽ ജനത്തിരക്കേറുന്നു. പ്രദർശന നഗരിയിലേക്കുള്ള സർക്കാരിന്റെ നേരിട്ടുള്ളതും അല്ലാത്തതുമായ സ്റ്റാളുകളിൽ പകൽ രാത്രി വ്യത്യാസമില്ലാതെ ആയിരങ്ങളാണ് ഒഴുകിയെത്തുന്നത്. 154 സർക്കാർ നിയന്ത്രിത സ്ഥാപനങ്ങളുടെയും 45 വാണിജ്യ സ്ഥാപനങ്ങളുടെയും സ്റ്റാളുകളാണ് എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലുള്ളത്. പോലീസ്, അഗ്നിരക്ഷാ വിഭാഗം, എക്സൈസ്, വനം തുടങ്ങിയ സേനകളുടെ സ്റ്റാളുകളും ഏറെ ശ്രദ്ധേയമായവയാണ്. കിഫ്ബിയുടേതുൾപ്പെടെ നിരവധി സെൽഫി പോയിന്റുകൾ നഗരിയിലെ വിവിധ ഭാഗങ്ങളിലായുണ്ട്. സർക്കാർ സ്ഥാപനങ്ങൾ ജനങ്ങൾക്ക് നൽകി വരുന്ന സേവനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം പൊതുജനങ്ങൾക്ക് അറിയുവാനും മനസ്സിലാക്കുവാനും കഴിയുന്ന തരത്തിലാണ് സ്റ്റാളുകൾ സജ്ജീകരിച്ചിട്ടുള്ളത്. അതത് വകുപ്പുകളിലെ ജീവനക്കാരാണ് സർക്കാർ സ്റ്റാളുകളിൽ 2 ഷിഫ്റ്റായി സേവനം ചെയ്തു വരുന്നത്.
കഫേ കുടുംബശ്രീ ഒഴികെ പൂർണ്ണമായും ശീതീകരിച്ചതാണ് കാലിക്കടവിലെ എൻ്റെ കേരളം പ്രദർശന നഗരി. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിയന്ത്രണത്തിൽ മിനി സിനിമാ കൊട്ടകയും ഏറെ ആളുകളെ ആകർഷിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് നഗരത്തോട് ചേർന്നുള്ള ആനബാഗിലുവിൽ പശ്ചിമ ബംഗാൾ സ്വദേശി സുശാന്ത റോയിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം തലയുടെ പിൻഭാഗത്ത് കഴുത്തോട് ചേർന്നുള്ള ഭാഗത്ത് അടിയേറ്റ് ആഴത്തിലുണ്ടായ മുറിവാണെന്നാണ് പറയുന്നത്. സംഭവത്തിൽ സുശാന്ത റോയിയോടൊപ്പം ജോലി ചെയ്തിരുന്ന 11ഓളം തൊഴിലാളികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരുന്നുണ്ട്. കാസർഗോഡ് നഗരത്തോട് ചേർന്നുള്ള ആനബാഗിലുവിൽ നിർമ്മാണം പുരോഗമിക്കുന്ന കെട്ടിടത്തിന് സമീപം തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് സുശാന്ത റോയിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവം കൊലപാതകമാണോ എന്ന സംശയമുയർന്നതോടെയാണ് കാസർഗോഡ് ടൗൺ പോലീസ് അന്വേഷണം തുടങ്ങിയത്. കാസർഗോഡ് ടൗൺ പോലീസ് ഇൻസ്പെക്ടർ പി നളിനാക്ഷന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഞായറാഴ്ച രാത്രി തൊഴിലാളികൾ മദ്യപിക്കുകയും തുടർന്നുണ്ടായ വാക്തർക്കത്തിനിടയിലുണ്ടായ കയ്യാങ്കളിയിലായിരിക്കാം സുശാന്ത റോയിയുടെ മരണം സംഭവിച്ചതെന്ന സംശയമാണ് ഉയർന്നത്. പോലീസ് നൽകിയ വിവരമനുസരിച്ച് സുശാന്ത് റോയിയെ വീണുകിടക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത്. ഉടൻ തന്നെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. സംഭവം നടന്നു കഴിഞ്ഞ് ചില തൊഴിലാളികൾ ഒറ്റപ്പാലത്തേക്ക് കടന്നതും സംശയത്തിൻ്റെ ആക്കം കൂട്ടി. പോലീസിന്റെ ദ്രുതഗതിയിലുള്ള നീക്കത്തെ തുടർന്ന് ഒറ്റപ്പാലത്തേക്ക് കടന്ന തൊഴിലാളികളും കൂടാതെ കാസർഗോട്ടുണ്ടായിരുന്ന മറ്റു തൊഴിലാളികളും ഉൾപ്പെടെ 11 പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇതിനിടെ സുശാന്ത റോയിയുടെ മരണം ഹൃദയാഘാതം മൂലമാണോ എന്ന സംശയവും ഉയർന്നു. ഇതേ തുടർന്ന് മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കി. തലയുടെ പിൻഭാഗത്ത് കഴുത്തോട് ചേർന്നുള്ള ഭാഗത്ത് അടിയേറ്റ് ആഴത്തിലുണ്ടായ മുറിവാണ് മരണ കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് കൊലപാതകമാണോ എന്ന സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കസ്റ്റഡിയിലുള്ള 11 തൊഴിലാളികളെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരുന്നുണ്ട്. കൂടാതെ മറ്റ് ശാസ്ത്രീയ പരിശോധനകളും പോലീസ് നടത്തി വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നും വരികയായിരുന്ന കുടുംബം സഞ്ചരിച്ച കാർ തൃക്കരിപ്പൂർ തങ്കയത്ത് നിയന്ത്രണം വിട്ട് സ്കൂട്ടറിലിടിച്ച് വീട്ടുവളപ്പിലേക്ക് ഇടിച്ചു കയറി. സ്കൂട്ടറുകളിലെയും കാറിലെയും യാത്രക്കാരായ 3 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു. ചൊവ്വാഴ്ച രാവിലെ 10:15ഓടെയാണ് അപകടം സംഭവിച്ചത്. സ്കൂട്ടർ ഓടിച്ചിരുന്ന തൃക്കരിപ്പൂർ തൈക്കയിലെ ഖലീലിനാണ് ഗുരുതര പരിക്കേറ്റത്. അപകടം നടക്കവേ റോഡിലൂടെ വന്ന മറ്റൊരു സ്കൂട്ടറിലെ യാത്രക്കാരി കക്കുന്നം അങ്കണവാടി വർക്കർ കെ സന്ധ്യയ്ക്കും പരിക്കേറ്റു. ഖലീലിനെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിലും സന്ധ്യയെയും സഫീറിനെയും തൃക്കരിപ്പൂരിലെ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു. ബഹ്റൈനിൽ നിന്ന് കോഴിക്കോട് വിമാനത്താവളത്തിലിറങ്ങി കാറിൽ വരവെയാണ് എടച്ചാക്കൈ സ്വദേശി TK മുസ്തഫയും ഭാര്യ ആയിഷയും മകനും സഞ്ചരിച്ച കാർ തങ്കയം ആശുപത്രിക്ക് തെക്ക് ഭാഗത്ത് അപകടത്തിൽപ്പെടുന്നത്. ഉറുമീസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. നീലേശ്വരത്ത് ബഹുനില കെട്ടിടത്തിന്റെ ജോലിക്കെത്തിയ യുവാവ് കെട്ടിടത്തിൽ നിന്നും വീണ് മരിച്ചു. പാലക്കാട് സ്വദേശി S വിനീതാണ് മരിച്ചത്. സംഭവത്തിന്റെ ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ KCN ന്യൂസിന്. നീലേശ്വരം മാർക്കറ്റ് റോഡിലെ ബഹുനില കെട്ടിടത്തിന്റെ റൂഫിംഗ് ഷീറ്റ് ജോലിക്കെത്തിയ ജീവനക്കാരൻ കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ചു. പാലക്കാട് നെന്മാറ ഓർക്കുളത്തെ S വിനീതാണ് മരിച്ചത്. സംഭവത്തിന്റെ ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ KCN ന്യൂസിന് ലഭിച്ചു. തിങ്കളാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. ജോലികൾ ചെയ്തുകൊണ്ടിരിക്കെ വിനീത് താഴേക്ക് വീഴുകയായിരുന്നു. ഉടൻ തന്നെ തേജസ്വിനി സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കെട്ടിടത്തിന്റെ മുകളിൽ റൂഫ് വർക്ക് മുൻപ് പൂർത്തിയായിരുന്നുവെങ്കിലും വേനൽ മഴയിൽ ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്ന് ഇത് പരിഹരിക്കാൻ പാലക്കാട്ട് നിന്നെത്തിയ 3 പേരിൽ ഒരാളായിരുന്നു വിനീത്. ലോഡ്ജിന്റെ ACP വർക്കുകൾക്ക് മേൽനോട്ടം വഹിക്കുകയായിരുന്നു ഇയാൾ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഭാസ്കര കുമ്പളയുടെ 28ാമത് രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായി കുമ്പള ഷേടിക്കാവിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ DYFI കുമ്പള ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം CH കുഞ്ഞമ്പു MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു.
ഡിവൈഎഫ്ഐ കുമ്പള ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ ഭാസ്കര കുമ്പളയുടെ 28ാമത് രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായി കുമ്പള ശേടിക്കാവിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് രഞ്ജിത്ത് പി പതാക ഉയർത്തി. നിരവധി പ്രവർത്തകർ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഞങ്ങളിലൊഴുകും ചോരയിലൂടെ ആര് പറഞ്ഞു മരിച്ചെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം CH കുഞ്ഞമ്പു MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട്, പ്രസിഡന്റ് ഷാലു മാത്യു, സംസ്ഥാന കമ്മിറ്റി അംഗം K സബീഷ്, P ശിവപ്രസാദ്, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV രമേശൻ, CA സുബൈർ, KR ജയാനന്ദ, D സുബ്ബണ്ണ ആൾവ, P രഘുദേവൻ, സച്ചിൻ രാജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ബേഡകത്ത് ഓട്ടോയിൽ കടത്തിക്കൊണ്ടുപോവുകയായിരുന്ന 65 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി 2 പേർ അറസ്റ്റിൽ. 2 ചാക്കുകളിലായി 130 കുപ്പി മദ്യമാണ് പ്രതികളിൽ നിന്നും പിടിച്ചെടുത്തത്. അനധികൃത വിൽപ്പനയ്ക്കായി ഓട്ടോയിൽ കടത്തിക്കൊണ്ടുപോവുകയായിരുന്ന 65 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി 2 പേർ അറസ്റ്റിൽ. തിരുമേനി കൊക്കടവ് സ്വദേശി MV ജോബിൻസ്, ചിറ്റാരിക്കാൽ സ്വദേശി KP ഷിബു എന്നിവരെയാണ് ബേഡകം SI M അരവിന്ദനും സംഘവും അറസ്റ്റ് ചെയ്തത്. രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് ബേഡകം പോലീസ് ഇൻസ്പെക്ടർ രാജീവൻ വലിയ വളപ്പിലിന്റെ നിർദ്ദേശപ്രകാരം തിങ്കളാഴ്ച രാത്രി ബന്തെടുക്ക കോളിച്ചൽ റോഡിലെ എബനേസർ IPC ചർച്ചിന് സമീപത്ത് വെച്ച് നടത്തിയ പരിശോധനയിലാണ് മദ്യം പിടികൂടിയത്. 1110 രൂപയും ഓട്ടോയും കസ്റ്റഡിയിലെടുത്തു. 2 ചാക്കുകളിലായി 130 കുപ്പി മദ്യമാണ് ഓട്ടോയിലുണ്ടായിരുന്നത്. വലിയ തോതിൽ മദ്യം ശേഖരിച്ച് അനധികൃത വിൽപ്പനയ്ക്കായി കൊണ്ടുപോവുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. അറസ്റ്റിലായ പ്രതികൾക്ക് ഇത്രയും ഉയർന്ന അളവിൽ മദ്യം ലഭിച്ചത് ദുരൂഹതയ്ക്കിടയാക്കിയിട്ടുണ്ട്. ഇതേക്കുറിച്ചും അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നൂതന ചികിത്സാ സൗകര്യങ്ങളുമായി കാസർഗോട്ട് തുടക്കം കുറിക്കുന്ന ഡയാലൈഫ് ഡയബറ്റീസ് ആൻഡ് കിഡ്നി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കും. പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യരംഗത്ത് ഒരു പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് ഡയാലൈഫ് ഡയബറ്റീസ് ആൻഡ് കിഡ്നി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ ഉദ്ഘാടനം ഏപ്രിൽ 24 വ്യാഴാഴ്ച വൈകുന്നേരം മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ മുഖ്യാതിഥിയാകുന്ന ചടങ്ങിൽ കർണാടക നിയമസഭാ സ്പീക്കർ UT ഖാദർ, നാലപ്പാട് അക്കാദമി ചെയർമാൻ ഡോക്ടർ NA മുഹമ്മദ് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കുമെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തുടങ്ങിയവരുടെ ആശീർവാദത്തോടെയും പ്രാർത്ഥനയോടെയുമാണ് ചടങ്ങ് ആരംഭിക്കുക. ജനപ്രതിനിധികൾ, ആരോഗ്യ മേഖലയിലെയും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെയും പ്രമുഖ വ്യക്തിത്വങ്ങൾ എന്നിവർ പരിപാടിയിൽ സംബന്ധിക്കുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ആശുപത്രിയിൽ പ്രമേഹം, വൃക്കരോഗങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഈ ആശുപത്രി ജില്ലയിലെ ആദ്യ സമ്പൂർണ്ണ പ്രമേഹ വൃക്കരോഗ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ്. ഡയാലൈഫ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ ഉദ്ഘാടനം നമ്മൾ ഈ വരുന്ന 24-ാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിക്ക് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ജീവിതശൈലി കൊണ്ടുവരുന്ന അസുഖങ്ങൾക്ക് വേറെ സംസ്ഥാനങ്ങളെയോ അല്ലെങ്കിൽ വേറെ ടൗണുകളെയോ ആശ്രയിച്ച് ജനങ്ങൾ പോകുന്നതിന് പകരം അത്തരം രോഗികൾക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു സെൻറ്റർ ഉണ്ടാക്കുക എന്നുള്ള ഒരു തീരുമാനം അത് സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നമുക്ക് അതിന് ഉദ്ഘാടനം നടക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കിഡ്നിയുടെ പല അസുഖങ്ങളും നമുക്ക് ആദ്യത്തെ ഘട്ടങ്ങളിൽ മനസ്സിലാവാത്ത ഒരു സ്ഥിതിയാണ്. ക്രിയാറ്റിനോ അല്ലെങ്കിൽ മൂത്രത്തിൽ പത പോകുന്നതോ നമുക്ക് ചില ആൾക്കാർ പ്രമേഹമുള്ളവർ അത് ശ്രദ്ധിക്കാതെ പോകുമ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ടാണ് അത് കിഡ്നി ഫെയിലായിട്ട്, കിഡ്നി ഡാമേജ് ആയിട്ട് ഡയാലിസിസ് അങ്ങനെയുള്ള വളരെ മാരകമായിട്ടുള്ള അസുഖങ്ങളായിട്ട് അത് ഡയാലിസിസ് തുടങ്ങിയാൽ നമുക്കറിയാം പല രോഗികളും പിന്നെ അത് രോഗിയായിട്ട് അവിടെ മാറുകയാണ്, പെർമനൻ്റായിട്ടുള്ള രോഗികളായിട്ട് മാറുകയാണ്. അപ്പോൾ അത്തരം രോഗങ്ങളെ നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കുക എന്നുള്ള ഉദ്ദേശത്തിലൂടെയാണ് ഈ ഒരു സെൻറ്റർ തുടങ്ങിയിട്ടുള്ളത്.
ഡയാലൈഫ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മൊയ്തീൻ കുഞ്ഞി IK, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മുഹമ്മദ് മൻസൂർ, മൊയ്തീൻ കുഞ്ഞി പാതൂർ, ആസിഫ് മൊഗ്രാൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആത്മീയ ചൂഷണങ്ങൾക്കെതിരെ മന്ത്രവാദങ്ങൾക്കെതിരെ എന്ന പ്രമേയത്തിൽ കേരള നദ്വത്തുൽ മുജാഹിദിന്റെ നേതൃത്വത്തിൽ മഞ്ചേശ്വരത്ത് 4 മാസമായി സംഘടിപ്പിച്ചുവന്ന ക്യാമ്പയിന് സമാപനമായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി PP ഉണ്ണീൻകുട്ടി മൗലവി ഉദ്ഘാടനം ചെയ്തു. മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന കപട ആത്മീയതയുടെ വക്താക്കളെ പിടിച്ചുകെട്ടണമെന്നും ആത്മീയ ചൂഷണങ്ങൾക്ക് അറുതി വരുത്തണമെന്നും ആവശ്യപ്പെട്ട് KNM ജില്ലാ കമ്മിറ്റി 4 മാസമായി നടത്തിവരുന്ന ക്യാമ്പയിൻ സമാപന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി PP ഉണ്ണീൻകുട്ടി മൗലവി ഉദ്ഘാടനം ചെയ്തു. ആത്മീയ ചൂഷണങ്ങൾ അനുദിനം പുരോഗമിച്ചു വരികയാണെന്നും ഇത് തടയാത്ത പക്ഷം വലിയ അപകടത്തിലേക്ക് സമൂഹത്തെ നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള ആശുപത്രികൾ ഒഴിവാക്കി വീടുകൾ പ്രസവത്തിന് തിരഞ്ഞെടുക്കുന്നത് ആത്മഹത്യാപരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആ ആശയം വ്യക്തമാക്കുന്ന പരിശുദ്ധ ഖുർആനിലെ പ്രവാചക തിരുമേനിയുടെയും പരിശുദ്ധ ഖുർആനിൻ്റെയും ആഗമനത്തിൻ്റെ ഉദ്ദേശമെന്തെന്ന് വ്യക്തമാക്കുന്ന വചനമാണ് ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിച്ചത്. ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. മുഹമ്മദ് നബി താങ്കളെ ലോക ജനതയ്ക്ക് അനുഗ്രഹം നൽകുന്നതിന് വേണ്ടിയാണ് നാം നിയോഗിച്ചിട്ടുള്ളത്. ലോകത്തെ ജനതയ്ക്ക് അനുഗ്രഹവും നന്മയും നൽകുന്നതിന് വേണ്ടിയാണ് പ്രവാചക തിരുമേനിയെയും ആ പ്രവാചക തിരുമേനി മുഖേന വിശുദ്ധ ഖുർആനെയും അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത്. മൊയ്തീൻ ബാവ അധ്യക്ഷത വഹിച്ചു. ഷുക്കൂർ സൊലാഹി, ഉനൈസ് പാപ്പനശ്ശേരി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ KP അഹമ്മദ് വെളിച്ചം വിശദീകരണം നടത്തി. SKSM പ്രസിഡന്റ് ബഷീർ അഹമ്മദ് ഷാലിമാർ, ISM പ്രസിഡന്റ് അക്ബർ AG, ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി ഹാരിസ് ചേരൂർ, MSM ജില്ലാ പ്രസിഡന്റ് അലി സലഫി, KNM ജില്ലാ ട്രഷറർ അബ്ദുറഹ്മാൻ അരിമല തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി സൈനുദ്ദീൻ AP സ്വാഗതവും നവാസ് മദനി നന്ദിയും പറഞ്ഞു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് എക്സ്പാട്രിയേറ്റ്സ് അസോസിയേഷൻ KEA കുവൈത്ത് സാൽമിയ ഹവല്ലി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സപ്തസംഗീതം സീസൺ 2 ശ്രദ്ധേയമായി. KEA പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി CH ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് എക്സ്പാട്രിയേറ്റ്സ് അസോസിയേഷൻ KEA കുവൈറ്റ് സാൽമിയ ഹവല്ലി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സപ്തസംഗീതം സീസൺ 2 KEA പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി CH ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് മുഹമ്മദ് ഹദ്ദാദ് അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ ഖലീൽ അടൂർ, ചീഫ് പാട്രൺ അപ്സര മഹമ്മൂദ്, പ്രോഗ്രാം ചെയർമാൻ PA നാസർ, സത്താർ കുന്നിൽ, സലാം കളനാട്, അസീസ് തളങ്കര, കുവൈറ്റ് ഇന്ത്യ ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് കമ്പനി ജനറൽ മാനേജർ ഖാലിദ് ഷെരീഫ്, ഫിനാൻസ് മാനേജർ അഹമ്മദ് റിസ്ക്, പ്രശാന്ത്, ശ്രീനിവാസൻ, ഫൈസൽ CH, വിമൽ ശിവൻ, ജാസിർ MP എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ പ്രവാസ ജീവിതത്തിൽ 40 വർഷം പൂർത്തിയാക്കിയ ഏരിയ സീനിയർ അംഗം ഖാദർ സൽവയെ ഖലീൽ അടൂർ പൊന്നാട അണിയിച്ച് ആദരിച്ചു. തുടർന്ന് KIECO എക്സ്ചേഞ്ചിനുള്ള ഉപഹാരം PA നാസർ, മെട്രോ മെഡിക്കൽ ഗ്രൂപ്പിനുള്ള ഉപഹാരം മുഹമ്മദ് ഹദ്ദാദ് എന്നിവർ വിതരണം ചെയ്തു. യൂസഫ് കൊതിക്കാൽ, ഫാറൂഖ് ഷർക്കി, ഖാദർ കൈതക്കാട്, കമറുദ്ദീൻ C, അസ്ലം പരപ്പ, മീഡിയ വിംഗ് അംഗങ്ങൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. യാസർ കരിങ്കല്ലത്താണി പരിപാടി നിയന്ത്രിച്ചു. സ്വാഗത സംഘം ജനറൽ കൺവീനർ ഹസൻ ബല്ല സ്വാഗതവും ഓർഗനൈസിംഗ് സെക്രട്ടറി ഫായിസ് ബേക്കൽ നന്ദിയും പറഞ്ഞു. പരിപാടിയിൽ പ്രമുഖ ഗായകരായ റമീസ്, റിയാന റമീസ്, റോജോ കുവൈത്ത്, സാബിർ സബിക്കാസ് എന്നിവർ അവതരിപ്പിച്ച ഗാനമേളയും കുവൈത്തിലെ കലാകാരികൾ അവതരിപ്പിച്ച ജ്വാല കുവൈത്തിന്റെ കൈകൊട്ടിപ്പാട്ട്, ഭരതനാട്യം, കോൽക്കളി തുടങ്ങി നിരവധി കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പാറപ്പള്ളി മഖാമുറൂസിന് സമാപനമായി. സമാപന സമ്മേളനം സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ അൽബുഖാരി കുന്നും കൈ ഉദ്ഘാടനം ചെയ്തു. 5 ദിവസങ്ങളിലായി നടന്ന പാറപ്പള്ളി മഖാമുറൂസിന് സമാപനമായി. സമാപന സമ്മേളനം സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ അൽബുഖാരി കുന്നും കൈ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ ഇത് കഴിഞ്ഞാൽ നാളെ അന്നദാനവും അതുപോലെ തന്നെ രാത്രിയിലൊക്കെ മറ്റ് പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് പ്രേരിപ്പിക്കുന്നത് ശരിയല്ല. ഉറൂസ് കമ്മിറ്റി ചെയർമാൻ സ്വാലിഹ് വൈറ്റ് ഹൗസ് അധ്യക്ഷനായി. കൺവീനർ KM അബ്ദുൾ റഹ്മാൻ സ്വാഗതം പറഞ്ഞു. EP അബൂബക്കർ അൽ ഖാസിമി പത്തനാപുരം മുഖ്യപ്രഭാഷണം നടത്തി. കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് ജനറൽ സെക്രട്ടറി ബഷീർ വെള്ളിക്കോത്ത്, സംയുക്ത ജമാഅത്ത് സെക്രട്ടറിയും പാറപ്പള്ളി ജമാഅത്ത് പ്രസിഡന്റുമായ ഹാജി K അബൂബക്കർ മാസ്റ്റർ, ജമാഅത്ത് വൈസ് പ്രസിഡന്റുമാരായ MK ഹസൈനാർ, AM ബഷീർ പർക്ലായി, ഉറൂസ് കമ്മിറ്റി ട്രഷറർ മുനമ്പം മുഹമ്മദ് ഹാജി, വൈസ് ചെയർമാൻ A ഉമ്മർ, പാറപ്പള്ളി ഖത്തീബ് മുനീർ ഫൈസി ഇർഫാനി,
പാറപ്പള്ളി മുസ്ലിം ജമാഅത്തിന്റെ മുൻ പ്രസിഡന്റുമാരായ എം ഹസൈനാർ ഹാജി, ടി കെ ഖാലിദ് പാറപ്പള്ളി, ജമാഅത്ത് മുൻ ഖത്തീബ് ഹസൻ അർഷദി, ടി എം മുനീർ, ടി കെ ഇബ്രാഹിം, CH അബ്ബാസ്, ഇബ്രാഹിം ഹാജി ഒടയഞ്ചാൽ, ഉസ്മാൻ പാറപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള ഗവൺമെന്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. യാത്രയപ്പ് യോഗവും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് തോയമ്മൽ KGMOA ഹാളിലാണ് സമ്മേളനവും യാത്രയപ്പ് യോഗവും നടന്നത്. പരിപാടി ഡോക്ടർ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മളെ കാണാൻ എന്തോ ഒരു ഗുണം, ഒരു ലുക്ക് ഉണ്ടായില്ല അല്ലേ? നമ്മുടെ ആശുപത്രിക്കൊക്കെ ഒരു മഞ്ഞ നിറവും അതുപോലെ ഒരു ഇംപ്രഷൻ കുറവായിരുന്നു അല്ലേ? അവിടെ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രത്യേകിച്ച് പ്രസവത്തിൽ നടന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് ആശുപത്രിയിലാണ് പ്രസവിച്ചതെന്ന് പറയുമ്പോൾ ഒരു വോൾട്ടേജ് ഇല്ലാണ്ടാണ് പറയുന്നത്. ഒന്നും വേണ്ട ദാരിദ്ര്യം ആയതുകൊണ്ട് അവിടെ പ്രസവിച്ചു. പ്രൈവറ്റിലാണെന്ന് പറയുമ്പോൾ പ്രൈവറ്റ് ആശുപത്രി ഇപ്പൊ കണ്ണൂരൊക്കെ ആകുമ്പോൾ ആസ്റ്റർ മിനിറ്റിൽ പ്രസവിച്ചു. ഭയങ്കര എന്തോ ഒരു 100 വാട്ട് പവറിലാണ് പറയുന്നത്. ജില്ലാ പ്രസിഡന്റ് K. ഷാജി അധ്യക്ഷത വഹിച്ചു. K. വിനോദ് കുമാർ, P. വിനോദ് കുമാർ, K. രതീശൻ എന്നിവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനം S. വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ശ്രീന ഗോപാൽ അധ്യക്ഷത വഹിച്ചു. VS ശൈലജ സംസാരിച്ചു. യാത്രയപ്പ് സമ്മേളനം DN അനിത ഉദ്ഘാടനം ചെയ്തു. സർവീസിൽ നിന്നും വിരമിച്ച CV അജിത, മധുസൂദനൻ നമ്പൂതിരി, P. അബ്ദുള്ള എന്നിവർക്കാണ് യാത്രയപ്പ് ഒരുക്കിയത്. ജില്ലാ സെക്രട്ടറി M. ഷബാന സ്വാഗതവും MB രാജീവൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കല്യോട്ട് കുട്ടികൾക്കായുള്ള അവധിക്കാല പരിപാടി സംഘടിപ്പിച്ച് ജില്ലാ പഞ്ചായത്ത്. പുല്ലൂർ പെരിയ പഞ്ചായത്ത് അംഗം രതീഷ് രാഘവൻ ഉദ്ഘാടനം നിർവഹിച്ചു. അവധിക്കാലം വിനോദകരമാക്കാൻ സ്കൂളിൽ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ഒത്തുചേർന്നു. പരിപാടിയുടെ ഉദ്ഘാടനം പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡ് മെമ്പർ രതീഷ് രാഘവൻ നിർവഹിച്ചു. സ്വാഭാവികമായും ഈ ഒരു അവധിക്കാലത്ത് മുഴുവൻ സമയവും വീടുകളിലുള്ളതുകൊണ്ട് ആ ഒരു ഫോണിൽ കളിക്കുന്നതും അതുപോലെ തന്നെ TV കാണുന്ന പ്രവണതയൊക്കെ കൂടാനുള്ള സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ കുട്ടികളെ അത്തരത്തിലുള്ള ഒരു വാസനയിൽ നിന്നും ഈ ഒരു സമയത്ത് ഈ 2 മാസം കുറച്ചുകൂടി നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന അത്രത്തേക്കുള്ള പഠനഭാരമോ മറ്റോ കാര്യങ്ങളില്ലാതെ അവരുടെ കളിയും ചിരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പഠനം എന്ന രീതിയിൽ പോകാനാണ് ഈ 2 മാസം നമുക്ക് പോകേണ്ടതെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. PTA പ്രസിഡന്റ് പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക ചിത്ര M. സ്വാഗതം പറഞ്ഞു. കരുതലും കരുത്തും നല്ല നാളേക്കായി എന്ന വിഷയത്തിൽ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും കാസർഗോഡ് ഡയറ്റ് ഫാക്കൽറ്റി നാരായണൻ EV ക്ലാസ് നൽകി. UP വിഭാഗം കുട്ടികൾക്ക് ഗണിതം രസകരമാക്കാൻ പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂൾ അധ്യാപകൻ രവീന്ദ്രൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഉല്ലാസഗണിതം പരിപാടി സംഘടിപ്പിച്ചു. 3-4 ക്ലാസ്സിലെ കുട്ടികൾക്കായി ബേക്കൽ BRC പ്രവൃത്തി പരിചയ അധ്യാപകരുടെ നേതൃത്വത്തിൽ പേപ്പർ ക്രാഫ്റ്റ് പരിശീലനം നൽകി. ഉദ്ഘാടന ചടങ്ങിന് മദർ PTA പ്രസിഡന്റ് പ്രിയങ്ക വേണുനാഥൻ, SMC ചെയർമാൻ സജു ജോസ്, PTA എക്സിക്യൂട്ടീവ് അംഗം സിജോ കുറ്റാനിക്കാൽ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സ്റ്റാഫ് സെക്രട്ടറി ശുഭ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്കൂളിൽ അനുവദിച്ച RO പ്ലാന്റിന്റെ ഉദ്ഘാടനവും നടന്നു. വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണം രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും വേണ്ടി ഒരുക്കിയിരുന്നു. 2 ആഴ്ചക്കാലം നീണ്ടുനിൽക്കുന്നതാണ് അവധിക്കാല വിനോദ പരിപാടി. ന്യൂസ് ബ്യൂറോ, പുല്ലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത ചെങ്കള മുതൽ തലപ്പാടി വരെ മന്ത്രി മുഹമ്മദ് റിയാസ് സന്ദർശിച്ചു. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഒറ്റത്തൂൺ ഫ്ലൈ ഓവർ പാലവും മന്ത്രി സന്ദർശിച്ചു. സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം എന്റെ കേരളം പ്രദർശന വിപണനമേളയിൽ ജനത്തിരക്കേറുന്നു. കാസർഗോഡ് അതിഥി തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. തൃക്കരിപ്പൂർ തങ്കയത്ത് കുടുംബം സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് സ്കൂട്ടറിലിടിച്ച് വീട്ടുവളപ്പിലേക്ക് ഇടിച്ചു കയറിയ അപകടം. 3 പേർക്ക് പരിക്ക്. നീലേശ്വരത്ത് യുവാവ് ബഹുനില കെട്ടിടത്തിൽ നിന്നും വീണു മരിച്ചു. പാലക്കാട് സ്വദേശി S. വിനീതാണ് മരിച്ചത്. ഭാസ്കര കുമ്പളയുടെ 28ാമത് രക്തസാക്ഷിത്വ ദിനം. DYFI കുമ്പള ബ്ലോക്ക് കമ്മിറ്റി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.